എന്താ വെളിച്ചപ്പാടാ ചക്കര ഉത്സവത്തിൽ പോവല്ലേ? അതെ, അമ്മതൊക്കെ വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോളെ, നമ്മൾ വൈകുന്നേരമാണ് വരാം. ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് പോവാ. അയ്യോ അയ്യോ, എന്നെ നായ കടിച്ചേ, എന്നെ നായ കടിച്ചേ. അയ്യോ അഹമ്മദ് കാ, അഹമ്മദ് കാ, അഹമ്മദ് കാ ഓടി വരൂ, എന്നെ നായ കടിച്ചേ. അയ്യോ അയ്യോ അയ്യോ, അഹമ്മദ് കാ എന്നെ നായ കടിച്ച്. ഇന്റെ റബ്ബ എവിടെ നായി കടിച്ച്? എവിടെ എവിടെ? ഞാൻ നോക്കട്ടെ. എവിടെ? അയ്യോ അയ്യോ അഹമ്മദ് കാ, എന്നെ കടിച്ച് അങ്ങോട്ട് പോയി. ആ കടിച്ച നായേ വല്ല വേപ്പ് നായി ആണേക്കാരോ. ഞാൻ എല്ലാരോടും പറഞ്ഞുതരാം, നമുക്കൊന്ന് ആസ്പത്രി പോയി നോക്കാം. നിങ്ങളോട് കേറിക്കിട്ടാ, ഞാൻ എല്ലാരോടും പോയി പറഞ്ഞിട്ട് വരാം. വെളിച്ചപ്പാട് നായടിച്ചേ, വെളിച്ചപ്പാട് നായടിച്ചേ, വെളിച്ചപ്പാട് നായടിച്ചേ, വെളിച്ചപ്പാട് നായടിച്ചേ, വെളിച്ചപ്പാട് നായടിച്ചേ. എന്താ പോലോലിച്ച് ഓടിന്? ആരോ നായി അടിച്ചത്? വെളിച്ചപ്പാട് നായി അടിച്ചേക്കണ്. വേപ്പയ്യാന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ പിടിച്ചു വരാൻ പാടാ നമുക്ക്? ഞാനല്ലേ കടിച്ചത്, നായല്ലേ കടിച്ചത്. നായ എനിക്ക് മനസ്സിലായി. ഇതൊക്കെ വിളിച്ചു വരാൻ പാടാ നമുക്ക്? നായ കടിച്ചാല് സൂചി കുത്താന് എവിടക്കോ കൊണ്ടുപോകുന്ന എനിക്കറിയാം. നമുക്ക് എനിക്കറിയില്ല. എന്നാ കേട്ടോ, ഊട്ടിക്ക് ആ സ്ഥലം കേട്ടിക്കണേ? ഇല്ല. ഊട്ടി കാണാൻ നല്ല ചൊറുക്കുള്ള സ്ഥലമാണ്. ഇവിടുന്ന് 100 മൈല് അകലെയാണ്. അവിടെ ചെന്നാല് നല്ല കുളിരും തണുപ്പുള്ള സ്ഥലമാണ്. വെളിച്ചപ്പാടിനെ നമുക്ക് ഊട്ടിക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിൽ കയറിക്കൂടാ. എത്ര നേരം നമുക്ക് ജീപ്പിലിരിക്ക. ആയിക്കോട്ടെ, എന്തിനാ അതിനെ തച്ചത്? എന്റെ കജ്ജിങ്ങനെ തരിച്ചാണ്. അമർന്ന കജ്ജവിടെ അമർന്നോ? അപ്പൊ മുരുക്കും കൊല്ലേ ഇത് ചീറിപ്പാടി നടന്നാലേ ഞമ്മക്ക് ജീപ്പിൽ കയറാൻ സ്ഥലം കിട്ടുമോ? മറ്റുള്ളവർ കയറി കൂടൂലേ? അതിലിപ്പോ നമ്മൾ ചിന്ത ചെയ്യണ്ടേ? നമുക്ക് കുഞ്ഞാപ്പൂര് ജീപ്പ് വിളിച്ചിട്ടേ വെളിച്ചപ്പാടിന്റെ വീട്ടിൽ വീരാഴ്ചയിൽ വെളിച്ചപ്പാടിനെ കൂട്ടിട്ട് നമുക്ക് ഊട്ടി കണ്ട് കൊണ്ടുപോവാം. ഇങ്ങനെ വണ്ടി വിളിച്ചോണ്ട് കേട്ടാ. ആയിക്കോട്ടെ. വെളിച്ചപ്പാട് നായടിച്ചേ, വെളിച്ചപ്പാട് നായടിച്ചേ. ഇത് ഭാഗം ചെയിപ്പാവും. വേഗം പോകാം. ജീപ്പില് പാള് നിറയും. ഇതൊക്കെ പറ്റൂ. നമ്മള് വെളിച്ചപ്പാട് നായി കടിച്ചല്ലോ. എന്ത് നായി കടിച്ചില്ല? വല്ല വീരാന്ന് നായില്ലോ. മോനെ ഊട്ടിക്ക് ഊയെടുക്കാൻ കൊണ്ടുപോണ്ടേ? അതന്നെ, ഊട്ടിക്ക് അമ്മതുണ്ട് നമ്മള് കുഞ്ഞാപ്പൂര് ജീപ്പ് വിളിച്ചാൻ പോയിട്ട്. ഇത് വാണിങ് പോരണിങ് ജീപ്പിൽ ആള് കയറും. ഞാൻ പോവാണ്. എന്നാ കുളിച്ചത് മതിഞ്ഞ്. വെളിച്ചപ്പാടിന് നായി അടിച്ചെന്ന് പറഞ്ഞു കേട്ട്. അപ്പൊ ഊട്ടിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞമ്മക്ക് ആ കൂട്ടത്തിലൊന്ന് ഓസിക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാൻ. ഇതുപോലൊരു പുറപ്പെടുത്തോ? അവിടെ ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പുള്ളതാണ്. ഞാനൊരു പുതപ്പെടുത്ത് കണ്ടുവരട്ടെ. ആയിക്കോട്ടെ. പോകരാക്കാ, എനിക്കൊരു സീറ്റ് പിടിച്ചേക്കിട്ടാ. നോക്കട്ടെ. ഞാനിപ്പോ ആ പോക്ക് പോയാല് വണ്ടിയിലിരിക്കാൻ സീറ്റ് കിട്ടൂല. അല്ല പോക്കരാക്ക, കൂടി പതുപ്പ് പോരെ. കാട്ടടോ, പുതപ്പില് കിടക്കണേല് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വല്ലതും തോന്നിക്കഴിഞ്ഞാല് ബുദ്ധിമുട്ടാവും. വയസ്സന്മാരും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാണ്. അല്ല വേണ്ട, ഞാൻ ആ തണുപ്പാണ് സഹിച്ചോളാം. അല്ല ആണ്ടോക്ക്, ആ രാമേട്ടനാണല്ല വരുന്നത്. ശരിയേട്ടാ, അയാൾ ആ പുതപ്പും താങ്ങി പിടിച്ച് വരണ്ട. അയാൾ ഊട്ടിക്ക് പോരാനുള്ള പരിപാടിയാ തോന്നുന്നത്. രാമേട്ടനെ എടുക്ക. നിങ്ങളിപ്പോ പോരണ്ട, അവിടെ ഭയങ്കര തണുപ്പാണ്. ഞങ്ങള് കൊണ്ടുപോയിക്കോളാം. നിങ്ങളിപ്പോ പോന്നാ ശരിയാവില്ല. രാമരാമൻ ജപിച്ച് വീട്ടിലിരുന്നൂടെ നിങ്ങൾ? അവനെന്റെ കുടുംബത്തിൽ നായി കടിക്കുമ്പോളെ നമ്മക്ക് ഊട്ടി പോകാൻ പറ്റും. ആര് പറഞ്ഞു? നായി കടിച്ചില്ലെങ്കിൽ ഊട്ടി പോയിക്കൂടെ? ഇന്നെ താരം കൊണ്ടുപോവാ പോയാ അവിടുന്ന്. വണ്ടി എത്തിക്കണേ, വണ്ടി എത്തിക്കണേ. വണ്ടി എത്തിക്കണേ.
വേണ്ടേരി വേണ്ടേരി ഞാൻ കയറൂടി കേറാൻ പറയും. അല്ല പ്രിൻസിപ്പാലിന്റെ വലിച്ചോട് പറഞ്ഞേക്കടാ ഞാനിപ്പോ എന്താ എന്താ ഇങ്ങളൊക്കെ പൊയ്ക്കാനും ബാക്കി പൊയ്ക്കാന് ആ എവിടക്ക ഈ മകാളി കുറ്റിയേറ്റ് ഊട്ടിയിൽ എവിടെ മകാളി അടിച്ചാലും ചങ്ങായിയെ പറഞ്ഞല്ലോ എവിടെ കിട്ടിയ ജീപ്പ്? വിളിച്ചപ്പാടെ നിങ്ങള് വല്യച്ഛനുണ്ട് ഒരു പുതപ്പും താങ്ങി പിടിച്ചിട്ട് ഊട്ടിക്കാണ് പറഞ്ഞിട്ട് ജീപ്പ് കയറാൻ വരുന്നേ അയാൾ പോകുന്ന ശരിയാവില്ലട്ടാ. അയാളിപ്പോ പോന്നാ കുഴപ്പമാവട്ടാ. നിങ്ങളൊന്ന് പോയി പറഞ്ഞാൽ അയാളോട് ഒന്ന് വരണ്ടാന്ന്. ഞാൻ പറയാം. വല്യച്ചാ എങ്ങണ്ടാ? അല്ല എവിടെയാണ് നായി ഓടിച്ചത്? അത് ദാ ഇവിടെ കടിച്ചു. ഊട്ടിക്ക് പോകുമല്ലേ? ഞാൻ വരുന്നുണ്ട്. അയ്യോ വല്യച്ച, നിങ്ങൾ വന്നാ ശരിയാവില്ല. ആര് പറഞ്ഞത് ശരിയാവുന്നതാണ്? അവിടെ ഭയങ്കര തണുപ്പാണ്, നിങ്ങൾക്ക് സഹിക്കില്ല. അതിനല്ലേടാ ഈ പുറപ്പ്. അതുകൊണ്ടൊന്നും ആവില്ല. ജീപ്പിൽ ഭയങ്കര തിരക്കാ, ബുദ്ധിമുട്ടാവും. വല്യച്ഛനെ ഞാൻ പിന്നീട് കൊണ്ടുപോയിക്കോളാം. ഓഹോ, അന്ന നായ ഓടിച്ചപ്പാ എന്റെ ആള് വലിയ ആളായി. അതുകൊണ്ടൊന്നുമല്ല വല്യച്ഛ, വല്യച്ഛനെ ഞാൻ പിന്നീട് കൊണ്ടുപോയിക്കോളാം. എന്നാലായിക്കോട്ടെ. ഇനി ഇന്ന നായ ഓടിച്ചുമ്പോഴേ എന്നെ കാട്ടിട്ട് മറ്റുള്ളവരെ കൊണ്ടുപോകാൻ പാടുള്ളൂ. എന്നാ ഇപ്പൊ വല്യച്ഛൻ പോയിക്കോളൂ. പുതപ്പാട് വെച്ചിട്ടുണ്ട് ഞാൻ. എല്ലാ സ്നേഹിതന്മാരെ നിങ്ങൾ രണ്ടാലും കൂടി വണ്ടി പൊളിച്ചോ? എന്താ നിങ്ങൾക്ക് അക്കം കിട്ടുന്നാണ് അവിടെ വേക്ക് വന്നാണ് ഇവിടെ പോയി. എനിക്ക് മുന്നേ എല്ലാവർക്കും അവിടെ ഇരിക്കും. എന്താ നടക്കണ കാര്യമാണോ? ലോങ് പോവാനുള്ളതല്ലേ? വണ്ടിയിലാളായ ഇവിടെയും പ്രോബ്ലം. ഇവിടെ എനിക്ക് പണ്ടുണ്ടാക്കണ സീറ്റ് ഉണ്ടാക്കൽ അറിയാലോ. ആരപ്പത് ചന്ദ്രകൂണ്? പോട്ടെ എത്താപ്പതി ജീപ്പിന്റെ മേലെ മേശപ്പ് കയറ്റി വെച്ചിക്കണേ. പടത്തോനെ, ഇതിപ്പോ എന്താ മേലിന് ചക്ക വീണ? എന്തൊക്കെയാപ്പത് കാക്ക? എന്താപ്പത്? എന്തുണ്ടായത്? ഓരോരോ പണ്ടാറക്കാൻ ഈ ട്രിപ്പ് ഏറ്റാനും മനസ്സിലാക്കി കുടുങ്ങിക്കണം. ഒന്ന് വിളിച്ചാണികള് ഇവിടെ വന്നാണ്, ഇവിടെ കയറിക്കാണ്. ഇത് ഓരോരോ ചോയ്പ്പുകൾ ആട് കയറിക്കാണ്. നിങ്ങൾ കയറാനുള്ളതാ? കരുനാ കയറ്റൊന്നും പറയാൻ മതി. ഇങ്ങോട്ട് കയറിക്കൂട്ടെ. ആട് കയറ്റി കൂട്ടാണ്. ആട് കയറിക്കാണ്. അങ്ങോട്ട് പോരെ. ഇങ്ങോട്ട് പോരെ. ഇവിടെ ഇരിക്കാ. ഒന്നാ നീങ്ങി കൊട്ടാണ്. ഒരാളുടെ ഇറങ്ങി കൊട്ടാളി. എല്ലാവർക്കും കൂടി കയറാൻ പറ്റില്ല. ഒരാൾ ഇവിടെ ഇരിക്കാ. അല്ല അവിടെ ഇരുന്നോട്ടെ, ഞാൻ കേറിക്കോളാം. അതെ, അന്ന് കുറച്ചാ നീക്കോട്ടെ. നിങ്ങൾ ബാക്കിൽ ഇരുന്നോളൂ. എല്ലാരും നേരെ ഇരിക്കട്ടാ. വണ്ടി പോകാൻ. എന്താണ് ഈ കാട്ടണ്? ഈ സുഖമില്ലാത്ത ആളിഞ്ഞ് എവിടെയാണ് കേട്ടത്? ഇനിയിപ്പോ ഇങ്ങനെ ആയാ പറ്റൂല. കുറച്ചാ നീ കൊടുത്താല് കാക്ക, കുറച്ചാ നീ കൊടുത്താണ്. ഒന്ന് കാലാൾ പൊതിച്ചാണ്, ഒന്ന് പൊതിച്ചാണ്. ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ, വെടി കൊണ്ട കാലില്
വെട്ടും കൊണ്ട പോലെ ആയി. അയ്യോ അയ്യോ മോനെ ഒന്നിങ്ങണ്ട് വന്നാ, എന്നൊരു നായ കടിച്ചടാ, ഒന്നിങ്ങണ്ട് വന്നാ. എന്താ പറ്റി? നായ കടിച്ചാ? ഒരു നായ കടിച്ചു കുട്ടിയെ. ഇന്നത്തെ വ്ളോഗിനുള്ള നായി. അയ്യോ അയ്യോ, അല്ല അവിടെ നായ കൊടുന്ന കടിച്ചത്? നായ അവിടുന്ന് കടിച്ചു. നായ എത്ര കടിച്ചു? അയ്യോ എത്ര കടിയൊന്നും ഞാൻ എണ്ണീട്ടില്ല അല്ല കുട്ടിയെ. നായ എടുക്ക പോയിന്നിട്ട് പോയി അങ്ങണ്ട് പോയി, എനിക്കൊരു ആശുപത്രി പോകണം, ഒരു വണ്ടി വിളിച്ചു. ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ അയ്യോ, ഇതാ സുഹൃത്തുക്കളെ, ഇദ്ദേഹത്തെ ഒരു തെരുവ് നായി കടിച്ചിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഗവൺമെന്റിന്റെ അനാസ്ഥയാണ്. ഇതിന് പരിഹാരം വേണ്ട സുഹൃത്തുക്കളെ. പറയൂ പറയൂ, നിങ്ങൾ പറയൂ. ഇവനൊന്നും അങ്ങോട്ട് കൊടുക്കാലോ. അപ്പൊ ഇതിനൊരു പരിഹാരം വേണ്ടേ സുഹൃത്തുക്കളെ? അപ്പൊ എന്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ. മോനെ 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 ഒന്നുകൂടെ വാടാ. അയ്യോ മോനെ, ഒരു നായ കടിച്ചു കുട്ടിയെ. നായ അവിടെ നിന്ന് വന്നു. അയ്യോ എങ്ങോട്ട് പോയത്? അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല കുട്ടിയെ. എനിക്ക് ആശുപത്രി പോവാൻ ഒരു വണ്ടി വേണം. വണ്ടി വേണല്ലേ? ആ നോക്കൂ സുഹൃത്തുക്കള്, ഇയാൾ ഈ നാട്ടിലൊരു അറിയപ്പെടുന്ന ഒരു വെളിച്ചപ്പാടാണ്. ഇയാളെ പോലും ഈ തെരുവ് നായ വെറുതെ വിടുന്നത്. ഈ നായ കഥാപ്രസംഗം പറയാതെ ഒരു വണ്ടി വിളിച്ചു കൊണ്ടു കുട്ടിയെ. നോക്കൂ സുഹൃത്തുക്കളെ, ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. ഇതൊക്കെ ആരോടാ ഈ പറയുന്നത് പറ്റിയേ? എനിക്കൊരു വണ്ടി വിളിച്ചു കൊണ്ടുവരേണ്ട നായ. അതിന് വണ്ടിനൊന്നും ആവശ്യമില്ല. റോട്ടിലേക്കാണ്ട് ഇറങ്ങുക, ഒരു ബസ്സിൽ കേറിയിട്ട് തിരുവ് പോയി ഒരു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് പോകുന്നാളേ. ഏതായി നായ്ക്കളൊക്കെ ഇപ്പൊ കൊറേ ഇറങ്ങിയിരിക്കണത്. ആരോടാ ഇതൊക്കെ പറയുന്നു? അയ്യോ വല്ലാത്തൊരു കാലം. ഇതെന്താ ഒരു ഭൂതം? എന്താ ഇവിടെ ഇരിക്കണ ചേട്ടാ? ഓ കുട്ടിയെ, എന്നൊരു നായ കടിച്ചു. നടക്കാൻ ഒട്ടും വയ്യ. ഒരു വണ്ടി വിളിച്ചു കൊണ്ടുവന്നാ എനിക്കൊന്ന് ആശുപത്രിയിൽ പോകാമായിരുന്നു. ഇതൊന്ന് വൈറലാക്കണേ. ചേട്ടാ ഇവിടെ ഇരിക്കട്ടാ, ഞാൻ ഇപ്പൊ വരാട്ടാ. ഓ ആയിക്കോട്ടെ കുട്ടിയെ. ഓ അവനെങ്കിലും പറഞ്ഞിട്ട് കേട്ടല്ലോ. ആസോസായി, നല്ല പയ്യന്മാരുണ്ട്. ഹലോ ഗേൾസ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു തെരുവനായയുടെ കടിയേറ്റ് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു വെളിച്ചപ്പാടിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. പറയൂ പറയൂ, ജനം അറിയട്ടെ. താൻ വണ്ടി വിളിച്ചോ? ചേട്ടാ വണ്ടി ഇപ്പൊ വരും, ഇത് പറയൂ. കൊണ്ടുപോടാ ഇതിന്റെ മുന്നിൽ നിന്ന്. നിങ്ങൾക്കൊക്കെ ഇപ്പോ ലൈക്കിനും ഷെയറിനും വേണ്ടി എന്ത് തോന്നിയാവശ്യം ചെയ്യാം. ഓടാ ഓടാ എന്റെ മുന്നിൽ നിന്ന്. നിങ്ങളൊക്കെയാണ് ഈ നാടിന്റെ ഇപ്പത്തെ വിഷം.